ഇത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉലുവയുടെ നിറം ഒന്ന് മാറട്ടെ. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 5 പച്ചമുളക്. ഇത് പുള്ളിയുടെ നിറമൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം. ഈ കുടംപുളിയും കൂടി ചേർക്കാം. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മിനിറ്റ് നേരം കൂടെ തിളയ്ക്കട്ടെ. അപ്പോൾ പുളിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങട്ടെ. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. നടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലോട്ടിനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി 1 നുള്ളിട്ട് കൊടുക്കാം. അപ്പം മീൻ കറി ആയിട്ടുണ്ട്. താങ്ക് യു.